പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ എടുക്കുന്നത് 125-ാമത്തെ വീഡിയോ. ഇതിൽ ഇംഗ്ലീഷ് ക്ലാസ്സാണ് എടുക്കുന്നത്. കഴിഞ്ഞ 2 ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസും നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രസൻറ്റ് സിമ്പിളിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസിനെ പറ്റി. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് അറിയാത്ത ഒരാളെ എങ്ങനെയാണ് ഇത് എഴുതുക, അത് പറയുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. സബ്ജക്റ്റ് വയ്ക്കുക ആദ്യം. അത് ഐ ആവാം, ഹി ആവാം, ഷീ ആവാം, ദേ ആവാം, ഏതായിരുന്നാലും വേണ്ടില്ല. അല്ലെങ്കിൽ ഒരാളുടെ പേരാവാം, ഏതായിരുന്നാലും വേണ്ടില്ല. സബ്ജക്റ്റിൻ്റെ സിംഗുലർ പ്ലൂരൽ അനുസരിച്ച് ഹാസ് അല്ലെങ്കിൽ ഹാവ് വയ്ക്കുക. അപ്പോൾ രണ്ടെണ്ണമായി. സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ പ്ലസ് V3 വെർബ് 3, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വയ്ക്കുക. അങ്ങനെ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ലാതെ ഒരു വാചകം ക്രിയേറ്റ് ചെയ്തെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ റൈറ്റ് എന്നുള്ള വെർബ് എടുക്കണമെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് V3. ഐ ഹാവ് റിട്ടൺ. ഇനി ഒരു ഒബ്ജക്റ്റ് വേണമെങ്കിൽ എ ലെറ്റർ. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഐ സിംഗുലർ ആണെങ്കിലും പ്ലൂറലിൻ്റെ സ്ഥാനമാണ് ഹാവ് വയ്ക്കണം. ഇവിടെ നമ്മൾ അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും വെക്കേണ്ടത് ഐ ഹാവ് എന്നാണ്, ഐ ഹാസ് അല്ല. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇനി സ്പീക്കിൻ്റെ സംസാരിക്കുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? സ്പീക്ക് എന്ന വെർബ് എടുത്തിട്ടാണെങ്കിൽ സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ഐ ഹാവ് സ്പോക്കൺ ഹിന്ദി. ഞാൻ ഹിന്ദി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഐ ഹാവ് സ്പോക്കൺ ഹിന്ദി. ഞാൻ ഹിന്ദി സംസാരിച്ചിട്ടുണ്ട്. ഐ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഇൻ ദിസ് ഹൗസ്. ഞാൻ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ 3 വെർബ് നമ്മൾ പറഞ്ഞു. അതിൽ വെർബ് 3 ആണ് വയ്ക്കുക എന്നുള്ളത് പറഞ്ഞു. ഇനി ഞാൻ പിന്നെ സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ എന്നുള്ള വെർബ് ഉപയോഗിച്ച് നമ്മളുടെ 4 ഫോമുകളും പറയാം. ഐ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. ദേ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. യു ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. വി ഹാവ് സ്പോക്കൺ. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. യു ഹാവ് സ്പോക്കൺ, ദേ ഹാവ് സ്പോക്കൺ. അതൊക്കെ പ്ലൂരൽ ആണ്. ഇനി ഹാസ് വെച്ചിട്ട് നമുക്ക് പറയാം ഹി ഹാസ് സ്പോക്കൺ ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഒരാളുടെ പേര് മോഹൻ. ഹാസ് സ്പോക്കൺ ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. ഇത് എവിടെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വേറെ പഠിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ടെൻസിൻ്റെ എല്ലാ ഇതും പഠിച്ചതിന് ശേഷമായിട്ട് എവിടെ അത് ഉപയോഗിക്കണം എന്നുള്ളത്, ഓരോ ടെൻസിൻ്റെ ഓരോ പാർട്ടുകളും എവിടെയെല്ലാം ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. 1 ദിവസം 2 ദിവസം കൊണ്ട് തീരുന്ന ക്ലാസ്സുകളല്ലല്ലോ. കുറച്ചു കാലം ഇത് പഠിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പേരിൽ വളരെ കുറഞ്ഞ സമയം നമ്മൾ എടുക്കുന്നുള്ളൂ ഓരോ വീഡിയോകളും. അതിൻ്റെ പേരിൽ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഒതുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ 4 എണ്ണം നമ്മൾ എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടില്ല, എഴുതിയിട്ടുണ്ടോ, എഴുതിയിട്ടില്ലേ, ഇങ്ങനെ 4 ഐറ്റം സെൻറ്റൻസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഐ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ള ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ സിംഗുലറും പ്ലൂറലും. ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയണു. ഐ ഹാവ് നോട്ട് സ്പോക്കൺ ഇംഗ്ലീഷ്. ഐ ഹാവിൻ്റ് സ്പോക്കൺ ഇംഗ്ലീഷ്. 2 നിലക്കും പറയാം. ഐ ഹാവ്
ഐ ഹാവ് നോട്ട് സ്പോക്കൺ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല. ദേ ഹാവ് നോട്ട് സ്പോക്കൺ ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല. യു ഹാവ് നോട്ട് സ്പോക്കൺ ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല, നീ സംസാരിച്ചിട്ടില്ല. ഹി ഹാസ് നോട്ട് സ്പോക്കൺ ഇംഗ്ലീഷ്, ഹാസ് നോട്ട് സ്പോക്കൺ ഇംഗ്ലീഷ്. പിന്നെ മോഹൻ ഹാസ് നോട്ട് സ്പോക്കൺ ഇംഗ്ലീഷ്, രണ്ടെണ്ണമായി. പോസിറ്റീവ് അഫർമേറ്റീവും നെഗറ്റീവും ആയിപ്പോൾ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് എങ്ങനെ? നീ സംസാരിച്ചിട്ടുണ്ടോ? ഹാവ് യു സ്പോക്കൺ ഇംഗ്ലീഷ്, ഹാവ് യു സ്പോക്കൺ ഇംഗ്ലീഷ്. ഹാവ് ആദ്യം വയ്ക്കുക, ഹാവ് യു സ്പോക്കൺ ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടോ എന്നാണ് അതിൻ്റെ മീനിങ്. ഹാവ് യു സ്പോക്കൺ ഇംഗ്ലീഷ്. ഹാവ് ദേ സ്പോക്കൺ ഇംഗ്ലീഷ്, ഹാവ് ദേ സ്പോക്കൺ ഇംഗ്ലീഷ്. ഇനി അർത്ഥങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്വയം പറയണം. ഹാവ് ദേ സ്പോക്കൺ ഇംഗ്ലീഷ്, ഹാസ് ഹി സ്പോക്കൺ ഇംഗ്ലീഷ്, ഹാസ് ഹി സ്പോക്കൺ ഇംഗ്ലീഷ്, ഹാസ് മോഹൻ സ്പോക്കൺ ഇംഗ്ലീഷ്, ഹാസ് ബക്കർ സ്പോക്കൺ ഇംഗ്ലീഷ്. ബക്കർ എന്നുള്ള പേരാണ്. ഹാസ് ബക്കർ സ്പോക്കൺ ഇംഗ്ലീഷ്. ഇനി അതിൻ്റെ നെഗറ്റീവ്, ഹാവിൻഡ് യു സ്പോക്കൺ ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ലേ എന്നാണ് മീനിങ്. ഹാവിൻഡ് യു അല്ലെങ്കിൽ ഹാവ് നോട്ട് യു സ്പോക്കൺ ഇംഗ്ലീഷ്, ഹാവ് നോട്ട് യു സ്പോക്കൺ ഇംഗ്ലീഷ്, ഹാവിൻഡ് യു സ്പോക്കൺ ഇംഗ്ലീഷ്. രണ്ട് നിലക്കും പറയാതെ. ഹാവ് നോട്ട് എന്നുള്ള ഫുൾ ഫോമിൽ പറയാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റഡ് ഫോം എന്ന് പറയുമ്പോൾ ഹാവിൻഡ് യു സ്പോക്കൺ ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ലേ. പിന്നെ ഹാവ് നോട്ട് ദേ സ്പോക്കൺ ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ലേ. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ, 4 തരം സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് 4മത്തേത്. അതും കൂടെ ഈ വീഡിയോയിൽ എടുക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഹാവ് സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ് വെച്ചു, എന്നിട്ട് വെർബ് V3 ആണ് ഉപയോഗിച്ചത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ചെയ്യുന്നത് സബ്ജക്റ്റ് വയ്ക്കുക, എന്നിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് വയ്ക്കുക, പിന്നെ ബീൻ വയ്ക്കുക. ഹാസ് അല്ലെങ്കിൽ ഹാവ് വെച്ച് ഹാസ് ബീൻ, ഹാവ് ബീൻ. അപ്പം അങ്ങനെ വരും, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ്. വെർബ് ഏതാ? വെർബ് 1 വിത്ത് ING. വെർബ് 1ൽ ING ചേർത്തിട്ടാണ് പറയേണ്ടത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഇപ്പോൾ നേരത്തെ എടുത്തത്, ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ടാക്കാൻ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് 1 വിത്ത് ING. അപ്പോൾ ഐ ഹാവ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാവുന്നു. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാവുന്നു. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഇൻ ദിസ് ഹൗസ്, ഞാൻ ഈ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാവുന്നു. എത്ര കാലമായിട്ട് എന്നുള്ളതൊന്നും ഇപ്പോൾ പറയണില്ല, അത് വേറെ നമുക്ക് പറയാം. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഇൻ ദിസ് ഹൗസ്, ഞാൻ ഇവിടെ ഈ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാവുന്നു. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ, ഞാൻ ഒരു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാവുന്നു. ഐ ഹാവ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ, ഞാൻ 2 മിനിറ്റായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാവുന്നു. ഇപ്പോൾ അത്ര അർത്ഥവത്തായ ഒരു വാചകമൊന്നുമല്ല. ഐ ഹാവ് ബീൻ ടോക്കിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ് ഫോർ 2 hours, ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാവുന്നു 2 മണിക്കൂറോളം ആയിട്ട്. 2 മണിക്കൂറായിട്ട് ഞാൻ സുഹൃത്തുക്കളുമായി സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വാക്കിംഗ് ഫോർ 2 hours, 2 മണിക്കൂറായിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാവുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഐ ഹാവ് ബീൻ. ഇനി ഹി ഹാസ് ബീൻ, ഇത് പ്ലൂറൽ വെക്കാം അവിടെ. ദേ ഹാവ് ബീൻ, യു ഹാവ് ബീൻ, വി ഹാവ് ബീൻ, ഇതൊക്കെ പറയാം. വി ഹാവ് ബീൻ ടോക്കിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ്. വി ഹാവ് ബീൻ ടോക്കിംഗ് വിത്ത് അവർ ഫ്രണ്ട്സ്.
എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാവുന്നു. വി ഹാവ് ബീൻ ടോക്കിംഗ് വിത്ത് അവർ ഫ്രണ്ട്സ്. എൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാവുന്നു. ഐ ഹാവ് ബീൻ വാക്കിംഗ്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാവുന്നു. ഇങ്ങനൊക്കെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഇനി he has been talking with his friend. He has been talking with his friend. He has been writing a letter. അവൻ ഒരു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാവുന്നു. പിന്നെ ഐ ഹാവ് ബീൻ സ്പീക്കിംഗ് ഹിന്ദി. ഞാൻ ഹിന്ദി സംസാരിച്ചുകൊണ്ടിരിക്കുകയാവുന്നു. They have been speaking English. അവർ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാവുന്നു. He has been speaking English. He has been. ഇത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ അതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ളൊരു ബീൻ ഉപയോഗിക്കണം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പിന്നെ V1 ആണ് ഉപയോഗിക്കുക. പിന്നെ V1 ING ചേർത്തിട്ട് ഉപയോഗിക്കുക. വെർബിന്റെ ഫസ്റ്റ് ഫോം അതിൽ ING ചേർത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഡ്രിങ്കിന് ഹാവ് ബീൻ ഡ്രിങ്കിങ്. ഐ ഹാവ് ബീൻ ഡ്രിങ്കിങ്. ഐ ഹാവ് ബീൻ ഈറ്റിംഗ്. ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഡ്രിങ്കിങ്. ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ടോക്കിംഗ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഐ ഹാവ് ബീൻ വാക്കിംഗ്. ഐ ഹാവ് ബീൻ ട്രാവലിംഗ്. ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഏത് വാചകങ്ങളും നമുക്ക് വർബ് കിട്ടിക്കഴിഞ്ഞാൽ ഈ മെത്തേഡ് അനുസരിച്ച് തെറ്റുകൂടാതെ നമുക്ക് വാചകങ്ങൾ ഫ്രെയിം ചെയ്യാം. ഒരു വിഷമവുമില്ല. ഇനി സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം. അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ധാരാളം ആളുകൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അത് അവരോടായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് തീർക്കാം. ഏതായാലും നമ്മൾ ബേസിക്കായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാം. ഇതിൽ സംശയം വരികയാണെങ്കിൽ എന്നോട് ചോദിക്കാം, വേറെ ആരോടെങ്കിലും ചോദിക്കാം. അങ്ങനെ ആ കാര്യം സോൾവ് ചെയ്യാം. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഈ പ്രസന്റ് പെർഫെക്റ്റ് എവിടെ ഉപയോഗിക്കും? ഇപ്പം 4 ടെൻസ്, ഈ പ്രസന്റ് ടെൻസിൻ്റെ 4 പാർട്ടുകളും നമ്മൾ എടുത്തു. ഈ 4 പാർട്ടിൽ ഓരോ പാർട്ടും എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് എല്ലാം ഒരേ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് എവിടെ ഉപയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾക്ക് വേറെ ഒരു വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഞാൻ ഈ വീഡിയോകൾ കഴിഞ്ഞിട്ട് ഈ ടെൻസ് മുഴുവനും കഴിഞ്ഞിട്ട് അത് വേറൊരു സ്റ്റഡി ആയിട്ട് കണക്കിലെടുത്ത് അത് ക്ലാസ് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഇനി നമുക്ക് അടുത്ത വീഡിയോ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. പാസ്റ്റ് ടെൻസ് അതിനെ സംബന്ധിച്ചാണ് എടുക്കുക. അത് വെർബ് 2 ആണ്, V2 ആണ് അതിൽ ഉപയോഗിക്കുക പാസ്റ്റ് ടെൻസിന്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതെല്ലാം ചെയ്യണം. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.